എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ തമ്മിലിൽ കണ്ട പോലെ നമ്മൾ ട്രാക്ക് ടയറിലേക്ക് അപ്ഡേറ്റ് അയക്കുകയാണ്. അപ്പം നമ്മൾ 140 നിന്നാണ് 160യിലേക്ക് അപ്ഡേറ്റ് ആയത്. അപ്പം നമ്മുടെ ടയർ മാറ്റുന്ന വീഡിയോ ആദ്യം നിങ്ങൾ പോയി വേഗം കണ്ടുപോരി. അപ്പോഴത്തെ ഞാൻ ബാക്കി ഓരോ കാര്യങ്ങൾ ഓരോ സെക്ഷൻ രീതിയിൽ ഞാൻ പറഞ്ഞു തരാം. ടയർ ഷോപ്പിലെത്തിയ പാടെ തന്നെ നമ്മൾ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ആദ്യം നമ്മൾ പറഞ്ഞ ടയർ മാറ്റാനാണ് പറഞ്ഞത്. അപ്പം അവർ ടയർ നോക്കി. അപ്പം അവർ പറഞ്ഞ് ഇത് കുറച്ച് വലിപ്പം അധികമാണല്ലോ പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു എന്തായാലും ഇതിൽ സൂട്ടാവും എന്നൊക്കെ പറഞ്ഞു, കുഴപ്പവും കാര്യങ്ങളൊന്നും വരില്ല പറഞ്ഞു. അപ്പോൾ ആദ്യം എന്നോട് പറഞ്ഞ് അഥവാ വണ്ടിക്ക് വണ്ടീൻ്റെ സിങ്കാമിന് അവിടെ ടച്ച് ചെയ്യും എന്നൊക്കെ പറഞ്ഞു. പക്ഷേ ഞാൻ പറഞ്ഞ് ഒന്ന് ചെയ്ത് നോക്കാമെന്ന് പറഞ്ഞു. അഥവാ സക്സസ് ആയില്ലെങ്കിൽ നമുക്ക് നമ്മളെ പഴയ ടയർ തന്നെ തിരിച്ചിടാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ബായിനോട് കാര്യം പറഞ്ഞു. അപ്പോൾ ബായി ആയിക്കോട്ടെ പറഞ്ഞിട്ട് ടയർ കഴിച്ച്
പിന്നെ ഞാൻ നേരിട്ട് കമ്പനി പോയി. ഒന്നാമതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ലൂബ് ചെയ്തിട്ടില്ല. പിന്നെ രണ്ടാമത് നമ്മളെ ഡിസ്ക് പാഡ് ഒന്ന് ലൂസായിക്കാണ്. അപ്പം നമ്മളൊന്ന് തൊട്ടടുത്ത് തന്നെയാണ് നമ്മളെ ബജാജിൻ്റെ സർവീസ് സെൻറ്റർ. അപ്പം അവിടെ പോയി നോക്കി. അപ്പം ഒരു പറഞ്ഞ കുഴപ്പം കാര്യങ്ങളൊന്നും ഇല്ല. കാരണം ഒരു നോക്കിയപ്പം കാരണം നമുക്ക് പേടിയേനി. കാരണം അഥവാ നമ്മൾ റണ്ണിങ് ടൈമിൽ ഡിസ്ക് പാഡ് കഴിഞ്ഞു പോയി കഴിഞ്ഞാൽ ഡിസ്ക് മൊത്തം പണിയായി. അപ്പം അത് ചെക്ക് ചെയ്ത് പിന്നെ ലൂബ് ചെയ്ത് പിന്നെ വണ്ടി ഇറക്കി. പിന്നെ നേരെ വീട്ടിലേക്കാണ് ഞാൻ ചെല്ലണത്. പിന്നെയാണ് ഞാൻ അവിടുന്ന് നേരെ നമ്മൾ ഫസ്റ്റ് ടെസ്റ്റ് നമ്മൾ ഹൈവേയിലേക്കാണ് ഇറക്കിയത്. അപ്പോൾ ഹൈവേയിൽ നിന്ന് നമ്മൾ അത്യാവശ്യം കുറച്ച് സ്പീഡൊക്കെ എടുത്ത് നോക്കി. കാരണം നമ്മൾ ഫസ്റ്റ് ഞാൻ അതാണ് വിചാരിച്ചത്. ഫസ്റ്റ് കോർണർ എടുക്കണതിൻ്റെ മുന്നേ കുറച്ച് സ്പീഡിലൊക്കെ പോയിട്ട് നമ്മൾ എങ്ങനെയുണ്ട് നമ്മളെ ടയർ ആദ്യം ചെക്ക് ചെയ്യണം. അപ്പം കുഴപ്പം കാര്യങ്ങളൊന്നുമില്ല. പിന്നെ ഞാൻ എൻ്റെ നാട്ടുപുറത്തൊക്കെ കുറച്ച് ഓട്ടി നോക്കി. അവിടുന്നാണ് ഞാൻ കോർണറൊക്കെ ചെയ്ത് നോക്കണത്. കുഴപ്പം കാര്യങ്ങളും ഇല്ല. പിന്നെ എനിക്ക് പിന്നെ ഞാൻ നോക്കി. കാരണം പിന്നെയും സിങ്കാമ് ടച്ച് ചെയ്യുന്നുണ്ടോ എന്നില്ലേന്ന്. പക്ഷേ പിന്നെ അപ്പം ചെയിനും കുഴപ്പമില്ല. നമ്മൾ നോക്കിയപ്പം ഇല്ല, കുഴപ്പം കാര്യങ്ങളൊന്നുമില്ല. അപ്പം ഇത്രയൊക്കെയുള്ളൂ നമ്മളെ വീഡിയോ കാര്യങ്ങളൊക്കെ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മളെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്ക്. തൊട്ടടുക്കുന്ന ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്തേക്ക്. അപ്പം അടുത്ത വീഡിയോയിൽ വെച്ച് കാണാം. ബൈ.